നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. സ്വന്തം മാതാപിതാക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക, അനുസരിക്കുക എന്നത് അവനെ പഠിപ്പിച്ചത് പ്രകൃതിയാണ്, മറ്റാരുമല്ല എന്ന വസ്തുത ഏവരും തിരിച്ചറിയേണ്ട അതിപ്രധാനമായ കാര്യമാണ്. മനുഷ്യനിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാതലായ വിഷയമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഏവരും അറിയേണ്ട അതിപ്രധാനമായ കാര്യമായതിനാൽ ഇത് കാണാൻ ആരും മറക്കരുത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. പോകാം വീഡിയോയിലേക്ക്. 8 മില്യണിൽ പരം വിവിധ ഇനം ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അതിലൊന്നാണ് മനുഷ്യൻ. ഈ മനുഷ്യന് മറ്റ് ജീവികളിൽ നിന്ന് വളരെ അധികം സവിശേഷതകളുണ്ട്. എന്നാൽ മറ്റൊരു ജീവികൾക്കും ഇല്ലാത്ത വളരെ വലിയൊരു സവിശേഷത മനുഷ്യനുണ്ട്. അതെന്തെന്നാൽ മനുഷ്യൻ എന്താണ്, പ്രകൃതി എന്താണ്, മനുഷ്യത്വം എന്താണ് എന്നതൊന്നും അറിയില്ല. അതിനെപ്പറ്റിയുള്ള യാതൊരു തിരിച്ചറിവോ ബോധമോ ഇല്ല എന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഏവർക്കും അറിയാവുന്ന തെളിവാണ് കോടാനുകോടി മനുഷ്യൻ അതിക്രൂരമായി മൃഗീയമായും കൊന്നൊടുക്കിയ അടിമത്ത യുഗം, കുരിശ് യുദ്ധം, ഹിരോഷിമ നാഗസാക്കി ബോംബിംഗ്, ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന യുദ്ധങ്ങൾ. ഇത് മറ്റൊരു ജീവിയും സഹജീവികളോട് ചെയ്യാത്തതാണ് മനുഷ്യൻ അവനോട് ചെയ്യുന്നത്. അതുപോലെ അതിപ്രധാനമായ മറ്റൊന്നു കൂടിയുണ്ട്. മനുഷ്യരെ അവൻ പല പല ജാതിമത വർഗീയമായി ഭിന്നിപ്പിച്ചകറ്റുന്നു. ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഒട്ടനവധി ദുരാചാര അന്ധവിശ്വാസങ്ങളും സതി എന്ന ദുരാചാരങ്ങളും ആഭിചാരക്രിയകളും തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ തുടങ്ങിയവയും മനുഷ്യരുടെ വിവരബോധം ഇല്ലായ്മയെ എടുത്തു കാട്ടുന്നതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യർ ഒരിക്കലും നടക്കില്ല എന്നും സാധ്യമല്ല എന്നും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒന്നാണ് മനുഷ്യന് ചന്ദ്രനിൽ പോകാൻ സാധിക്കും എന്നുള്ളത്. അവനത് സാധ്യമാക്കുകയും ഒട്ടനവധി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി ധാരാളം വികസന പുരോഗമനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നാം അധിവസിക്കുന്ന ഭൂമി വിൽക്കുവാനും വാങ്ങുവാനുമുള്ള വിൽപ്പന ചരക്കല്ല എന്ന മനസ്സിലാക്കുവാനോ തിരിച്ചറിയുവാനുള്ള ബോധം മനുഷ്യന് ഇല്ല എന്ന് വിശ്വസിക്കാനാകില്ല. അവൻ ബോധപൂർവം സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി നടത്തുന്ന ഒരു ചൂഷണ ഭീകരതയാണ് ഇത്. മനുഷ്യൻ അവനോട് തന്നെ ചെയ്യുന്ന തനി കാണത്ത ക്രൂരതയാണ്. മനുഷ്യരെ അവൻ അന്യഗ്രഹ അഭയാർത്ഥികളാക്കി മാറ്റി അവർക്ക് ഭൂമി വിൽക്കുന്നു. മനുഷ്യൻ്റെ ആ നീച കുതന്ത്ര കണ്ണിച്ചോരയില്ലായ്മയാണ് ഇത് നിസ്സാര കാര്യമല്ല. അവന് ഇതിന് യാതൊരുവിധ അധികാരവും ഇല്ല എന്ന് മാത്രമല്ല, ഒരു സർക്കാരിന് പോലും അവകാശമില്ല എന്നതാണ്. മനുഷ്യരുടെ ജനചൂഷണ കൊള്ള അവസാനിപ്പിക്കുവാൻ ഏവരും NGPയിൽ അണിചേരൂ. നിലവിലെ രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറി സംവിധാനങ്ങളൊന്നും മാനവ നന്മയ്ക്കോ രക്ഷയ്ക്കോ സംരക്ഷണത്തിനോ വേണ്ടിയുള്ളതല്ല എന്ന കാര്യം ഏവരും ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുള്ള പ്രതിവിധിയാണ് ഈ NGP എന്ന് പറയുന്ന പാർട്ടി. ഏവരെയും NGP സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.